ഇന്ന് ഞാനേ ഞങ്ങളുടെ സ്വന്തം നാടായ വർക്കലയിലെ ഒരു സംഭവം കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ പണ്ടേ ഈ ബ്രിട്ടീഷുകാരുണ്ടല്ലോ നമ്മുടെ നാട് കൈയടക്കി വെച്ചിരുന്ന ടൈമിൽ വർക്കലയിൽ ഒരു വലിയ സിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു നല്ല ചരക്ക് ഗതാഗതങ്ങളൊക്കെ നടന്നിരുന്ന ഒരു സിറ്റിയാണ്. അത് കാണിക്കാൻ വേണ്ടി പോവാണ് ഞാൻ. അവിടെ കമ്പോളങ്ങൾ, പിന്നെ പോലീസ് സ്റ്റേഷൻ ഒക്കെയുള്ള ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്തെ നമ്മുടെ വർക്കലയുടെ സിറ്റിയാണത് കേട്ടോ, ടൗണ്. നമ്മുടെ പാർവതി പുത്തനാറിലെ വള്ളക്കടവാണത് കേട്ടോ. അപ്പോൾ നമുക്കന്ന് റോഡ് മാർഗമൊന്നും ഗതാഗതമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതിനായി ഈ ചരക്ക് കൊണ്ടുവന്നിരുന്നത് ഈ കെട്ടുവള്ളങ്ങളിലും പിന്നെ വഞ്ചികളിലൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഈ ചരക്കൊക്കെ വന്നിരുന്നത് നമ്മുടെ പാർവതി പുത്തനാറിലൂടെയാണ്. അപ്പോൾ അത് വന്ന് ഇറങ്ങുന്ന സ്ഥലമാണ് നമ്മുടെ വള്ളക്കടവ്. ഇപ്പോൾ ആ പണ്ടത്തെ ആ സിറ്റി ഇപ്പോൾ ഒരു കാട് പിടിച്ചങ്ങനെ കിടപ്പാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങളീ പോണത്. തിരുവനന്തപുരം നഗരത്തെ വടക്കൻ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന, പുരാതന ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ജലഗതാഗതമാണ് പാർവതി പുത്തനാറ്. പിന്നെ ഇത് ചിലക്കൂരിൻ്റെ മേഖലയാണ്. അപ്പോൾ ഈ ചിലക്കൂരിൽ ഒരു തുരങ്കമുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ വർക്കലയിലും ഒരു തുരങ്കമുണ്ട്. അപ്പോൾ 2 തുരങ്ക പാതയിൽ കൂടെയാണ് ഈ ജലഗതാഗതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പണ്ടൊക്കെ. ഇപ്പോൾ ഈ തുരങ്കമൊക്കെ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ് കേട്ടോ. കുട്ടിക്കാലത്ത് അത് കണ്ട് പേടിച്ച് വളർന്നതാണ്. അത്രയ്ക്ക് കാട് പിടിച്ച് കിടന്നതാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ പറഞ്ഞൊക്കെ പേടിപ്പിച്ചിട്ടുണ്ട്. ഈ തുരങ്കപാതയിലും പ്രേതമുണ്ട്, ഭൂതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ളതാണ് പണ്ടൊക്കെ. പക്ഷെ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സത്യമൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ അത് ജലപാതയാണെന്ന് പിന്നെയാണ് ഞങ്ങളത് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഇതൊരു പാലമാണ് കേട്ടോ. പാലത്തിൻ്റെ താഴെ കൂടെ ഒഴുകുന്ന ആറ് കണ്ടില്ലേ, അതാണ് നമ്മുടെ പാർവതി പുത്തനാറ് കേട്ടോ. അപ്പോൾ ഇത് വെറുതെ ഉണ്ടായ ആറല്ല, ഇതൊരു കനാൽ വെട്ടി ഉണ്ടാക്കിയതാണ്. പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ ചേർന്ന് നമ്മുടെ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് കഷ്ടപ്പെട്ട് വെട്ടി എടുത്തൊരു ആറാണ് കേട്ടോ പാർവതി പുത്തനാറ്. ഈ ആറിന് തിരുവനന്തപുരം മുതൽ ഷൊർണൂർ വരെ നീളം ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ കായലും പുഴകളും വഴിയൊക്കെ ഇത് കടന്നു പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ വള്ളക്കടവ് കേട്ടോ. ഈ വള്ളക്കടവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കലയിലെ ഒരു പണ്ടത്തെ ഒരു സിറ്റിയാണ്. ഇവിടെയാണ് വന്ന് നമ്മുടെ ബോട്ടല്ല, നമ്മുടെ അന്നത്തെ വള്ളമൊക്കെ ഉണ്ടല്ലോ, കെട്ടുവള്ളമൊക്കെ വന്ന് ചരക്കൊക്കെ കൊണ്ടുവന്ന്, ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളിത് കണ്ടിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വരുന്നത്. പക്ഷേ പിന്നെ അതങ്ങ് നിലച്ചു. നമ്മുടെ പെട്രോളും വണ്ടികളും ഒക്കെ വന്ന ടൈമിൽ, അന്നൊന്നും പെട്രോളൊന്നും അങ്ങനെയൊന്നും വന്നിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ചരക്ക് കൊണ്ടുവന്ന് ഈ വെള്ളത്തിൽ കൂടെയാണ്. അങ്ങനെ ഞങ്ങളുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതുവഴിയാണ് കൊണ്ടുവരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ. പണ്ടൊക്കെ ഭക്ഷണത്തിന് ഒരുപാട് അങ്ങനെ ക്ഷാമമായിരുന്നല്ലോ. അപ്പോൾ അന്നൊക്കെ അവർ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ജീവിച്ചതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവർ അങ്ങനെ വീട്ടിലുണ്ടാവുന്ന ചക്ക, മാങ്ങ, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒക്കെയാണ് കഴിച്ച് അവർ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഇവിടെ വല്ലപ്പോഴും കൂടി ഇങ്ങനെ ചരക്ക്, ഇങ്ങനെ നെല്ല്, അരിയൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവർ ഒളിച്ചും പാത്തും ഒക്കെയാണ് വന്ന് വാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ഥലമെത്തി. ഇതാണ് നമ്മുടെ വള്ളക്കടവിൻ്റെ സിറ്റി. പണ്ടത്തെ സിറ്റിയാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു വലിയൊരു ഏരിയയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ കാട് പിടിച്ച് കിടക്കുന്നില്ലേ, ഇവിടെയാണ് പണ്ടത്തെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അവശിഷ്ടമൊക്കെ ഇപ്പോൾ പോയി. കുട്ടിക്കാലത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഈ ആറിലൊക്കെ വന്ന് ഞങ്ങൾ കുളിച്ച് നീന്തലൊക്കെ പഠിച്ചിട്ടുള്ള ആറാണിത്. പക്ഷേ ഇപ്പോൾ ഇവിടെ പണികളൊക്കെ നടക്കുന്നത് കൊണ്ട് ആണിങ്ങനെ കാടൊക്കെ പിടിച്ച് കിടക്കുന്നത്. ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് പണിയൊന്നും നടക്കുന്നില്ല, അതായിരിക്കാം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ തുരങ്കം കാണുന്നത് കേട്ടോ. നമുക്ക് ആ തുരങ്കം കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാം. അപ്പോൾ അതിൻ്റെ വലതുവശത്തോട്ട് കടലുണ്ട് കേട്ടോ. കടലിൻ്റെയും പിന്നെ ആ റോഡിൻ്റെയും ഇടയ്ക്കാണ് ഈ ആറ്, ഈ തുരങ്കവും സ്ഥിതി ചെയ്യുന്നത്. 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയ സ്ഥലമാണ് ഇത്.
ഈ തുരങ്കത്തിനപ്പുറത്ത് തൊട്ട് ഇവിടം വരെ മാത്രമേ പണി പൂർത്തിയായിട്ടുള്ളൂ. ഇവിടെ നിന്ന് ബേക്കിലോട്ട് ഇനിയും പണി കിടക്കുന്നുണ്ട്. അതൊക്കെ ഇനി ചെയ്യുമായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ വർക്കല ചിലക്കൂരാണ്. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്വന്തം നാട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇത് കടലാണ്. ഇതാണ് ചിലക്കൂരിൻ്റെ ബീച്ച്. ഇതിൻ്റെ അപ്പുറമാണ് വർക്കല ബീച്ച്. പാപനാശം ബീച്ച് ഇതിൻ്റെ അപ്പുറമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ തുരങ്കത്തിലോട്ട് പോകുന്ന വഴി. തുരങ്കം അങ്ങ് ദൂരെ കണ്ടോ, ഉള്ളിലോട്ട് സ്ഥിതി ചെയ്യുന്ന അതാണ് തുരങ്കം. അപ്പോൾ ഈ തുരങ്കത്തിൻ്റെ അകത്തൂടെയാണ്, ഉള്ളിലോട്ടാണ്, തുരങ്കപാതയിലോട്ടാണ്, അവിടെയാണ് വള്ളങ്ങളൊക്കെ അപ്പുറത്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്ത് തന്നെ ആയാലും ഇതൊക്കെ കാണാനൊരു നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ചിലക്കൂര് തന്നെ ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നൊരു മേഖലയാണ്. ഇപ്പോൾ പാരാഗ്ലൈഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു അത്ഭുതമായിട്ട്, ഒരു അഭിമാനമായിട്ടാണ് ഇന്നും ഈ തുരങ്കങ്ങൾ, ഈ 2 തുരങ്കങ്ങളും ഇവിടെ നിലകൊള്ളുന്നത്. അപ്പോൾ തുരങ്കങ്ങൾ കാണാൻ വേണ്ടി തന്നെ ഇവിടെ ഒരുപാട് പേരിങ്ങനെ വരുന്നുണ്ട് കേട്ടോ, ടൂറിസ്റ്റുകളായിട്ടൊക്കെ. അപ്പോൾ ഇതിന് താഴെ തുരങ്കത്തിനകത്തൂടെ പോകാനായിട്ട് പുതിയ ബോട്ട് സർവീസൊക്കെ വരുന്നുണ്ട്. ആ കാണുന്നതാണ് തുരങ്കം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാർവതി പുത്തനാർ. അപ്പോൾ ആ കാണുന്നതാണ് തുരങ്കം കേട്ടോ.